കൊല്ലം മുമ്പ് ജിഫ്രി തങ്ങൾ ഒരു നാട്ടിലെ മക്ബറ സിയാറത്ത് ചെയ്തിട്ട് അവിടെ ദുആ ചെയ്തു. അപ്പോൾ അവിടുത്തെ വഹാബിക്കുട്ടി, ഒരു വഹാബിക്കുട്ടി, സമ്മതനായ വഹാബിക്കുട്ടിയും ചില കുട്ടികളും ചെന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ജിഫ്രി തങ്ങളെ കുറിച്ച് എഴുതി, ഖബർ പൂജകൻ എന്നെഴുതി. അപ്പോൾ അവിടുത്തെ സുന്നികൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് മറുപടി പറയണമെന്നായി. അങ്ങനെ എന്നെ വിളിച്ചു. അങ്ങനെ ഞാനാണ് മറുപടി പോയത്. മറുപടിയുടെ ദിവസത്തിന്റെ തലേ ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നി നേതാവായ ഉമറാക്കളെ കൂട്ടത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാവായ ഒരു വ്യക്തി എന്നെ വിളിച്ചു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പ്രശ്നം, അതായത് ഖബർ പൂജകൻ എന്ന് പറഞ്ഞു ആരെ കുറിച്ച്? നിബിധങ്ങളെ കുറിച്ച്. ഇത് ഞാൻ വായിച്ചു. എന്നിട്ട് മറുപടി കോണത്. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനായ സുന്നി നേതാവ് വിളിച്ച് തലേന്നിന്റെ തലേന്ന് വിളിച്ചോണ്ട് പറഞ്ഞു, ഇങ്ങളതിന് മറുപടി അറിയണ്ട, ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ ഏപ്പിക്കാരാ, ഇവിടെ ഭാവ്യൊന്നല്ല പ്രശ്നം, ഏപ്പിക്കാരാ, ഓലങ്ങൾ നന്നാക്കി 4 കുടച്ചിൽ കൂടെ എന്നാണ് എന്നും പറഞ്ഞു. അതൊന്നും പറഞ്ഞു എനിക്കറിയാം സോക്കട്. പിന്നെ ഞാൻ ആ നാട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ സുന്നി നേതാവിന്റെ മകനാണ് അവിടുത്തെ വഹാബികളുടെ നേതാവ്. ഇപ്പുറത്തെ സമസ്തന്റെ മദ്രസ ഉണ്ടായിട്ട് വഹാബി മദ്രസയിൽ 1 മുതൽ 10 വരെ പഠിച്ചോനാ അപ്പന്റെ മകൻ. ഇവനാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ SMFന്റെ നേതാവ്. പിന്നെ അങ്ങനെ അറിയില്ല. അതിൽ നമ്മളിൽ പലരും പെട്ടുപോയി. നമുക്ക് യഥാർത്ഥ പണി നടത്താൻ പരിഗണിക്കേണ്ടത് ഭംഗിയാണ്. ഭംഗി പ്രധാനം തന്നെയാണ്. പക്ഷെ ഭംഗി എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, തൊലിവെളുപ്പ് സൗന്ദര്യത്തിന്റെ ഒരു ഘടകം മാത്രമാണ്. തൊലിവെളുപ്പ് സൗന്ദര്യമല്ല യഥാർത്ഥത്തിൽ. നല്ല തൊലിവെളുപ്പുള്ള ഒരു കുട്ടിയാണ് ഭർത്താവ് വീട്ടിലേക്ക് വൈകുന്നേരം വരുമ്പോ മുഖത്തേക്ക് ചാടുന്ന തരത്തിലുള്ള സ്വഭാവമാണെങ്കിൽ അതിന് സൽസ്വഭാവം എന്ന് പറയാൻ കഴിയില്ല. സൽസ്വഭാവം എന്ന് പറയുന്നത്, നല്ല സ്വഭാവം എന്ന് പറയുന്നത്, ഭംഗി, ഈ നല്ല സ്വഭാവം, നല്ല സംസാരം, നല്ല സംസ്കാരം, 3 വിഷയത്തെ ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ്. ഒരാൾക്ക് ഭംഗി കൂട്ടിയെടുക്കാൻ പറ്റും. തൊലിവെളുപ്പ് അതിന്റെ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. നല്ല സംസാരം ഉണ്ടെങ്കിൽ, നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ, നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ, ഈ 3 കാര്യം മേക്കപ്പ് ചെയ്താൽ ഭംഗി കൂട്ടിയെടുക്കുക. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസാര ഭംഗിയാണ്. നമുക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. സംസാരം നേരാക്കിയാൽ അതാണ് ഏറ്റവും വലിയ ചൊറുക്ക്. നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ഒരൊറ്റ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നീ എന്നോട് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചുണ്ടി മൂത്ത്, ദേഷ്യം മൂത്ത് സ്വന്തം സഹധർമ്മിണിയെ ചീത്ത പറയുകയും തല്ലുകയും ചെയ്യുന്നത് സഹനത്തിനെതിരാണ്. അവര് പറയുന്നത് കേൾക്കണം, അതിന് സഹിക്കാനുള്ള മനസ്സ് വേണം. അവരഭിപ്രായങ്ങൾ കേൾക്കണം, അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ നോർമലാക്കാനുള്ള സഹനം വേണം. അവരൊരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. നമ്മളാണ് അവിടെ ഭരിക്കുന്ന ആൾക്കാർ, നമുക്ക് മാത്രമേ ചൂടാകാൻ പറ്റുള്ളൂ, അവരൊക്കെ കേട്ടോളണം എന്നൊരു സിദ്ധാന്തം ഇസ്ലാമിലില്ല. ചില കാര്യങ്ങൾ ഗൗരവത്തോടെ നമ്മളോട് അവരും പറയേണ്ടതുണ്ടാകും. അത് നല്ല സഹനത്തോടെ കേട്ടു നിൽക്കാനുള്ള കഴിവ് വേണം.